ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു പായസ് വേൾഡ്. ഇന്ന് നല്ല ഒരു അവിൽ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഇന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. വേറൊന്നുമല്ല, ഇന്നെൻ്റെ പിറന്നാൾ കൂടിയാണ്. അപ്പോൾ ഞാനൊന്ന് അവൽ പായസം ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഈ ഓണത്തിന് ഇതൊന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. അവിൽ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ ആദ്യം നമ്മളൊരു പാത്രം എടുക്കുക, അതിൽ കുറച്ച് അവിൽ, കുറച്ച് നെയ്യ് ഒഴിക്കുക. അതിലേക്ക് നമ്മുടെ ചുവന്ന അവിലായാലും മതി, നമ്മുടെ വൈറ്റ് അവിലായാലും മതി. അതൊന്ന് നമ്മൾ ആ നെയ്യിലിട്ടൊന്ന് വറുത്ത് കൊടുക്കണം. വറുത്ത് ചെറിയൊരു ക്രിസ്പിനെസ്, നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ നന്നായിട്ട് അറിയാൻ പറ്റും ചെറിയൊരു ക്രിസ്പിനെസ് ആവുന്നത്. ആ ടൈം ആകുമ്പോഴാണ് നമ്മളതിലേക്ക് നമ്മുടെ കരിപ്പൂട്ടി അല്ലെങ്കിൽ ശർക്കര ചേർക്കാനുള്ളത്. കരിപ്പൂട്ടിയോ ശർക്കരയോ ഏതായാലും മതി. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളത് കുറച്ചുകൂടെ കരിപ്പൂട്ടി ആയിരിക്കും. ഞാനതിലേക്ക് ഇപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ നെയ്യിൽ കിടന്ന് അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവറായി, നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഞാൻ കരിപ്പോട്ടിയാണ് എടുത്തേക്കുന്നത്. കരിപ്പോട്ടി ചേർക്കാം. കരിപ്പൂട്ടിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് ഉടയണം കേട്ടോ. അതായത് നമ്മൾ നല്ല കുഴമ്പാവണ്ട, ചെറുതായിട്ടൊന്ന് കുഴഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് പാലൊഴിക്കാം. പാലെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ തന്നെ വേണമെന്നില്ല. നമ്മുടെ പശുവും പാൽ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. നമ്മുടെ പാലടേക്കാളും ടേസ്റ്റാണ് കേട്ടോ പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇന്ന് നമുക്ക് ഈ ശർക്കരയിലിട്ടൊന്ന് ഇളക്കി ഒന്ന് കുഴച്ചെടുക്കാം. ഈ അവസരത്തിൽ നമുക്ക് കുറച്ച് ഇത് ഏലക്കാപ്പൊടിയാണ് കേട്ടോ. ഏലക്ക ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്താണ് കേട്ടോ പൊടിച്ച് വെച്ചേക്കുന്നത്. അതിൽ നിന്ന് ഒരു സ്പൂണ് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റോളം മതി. 10 മിനിറ്റ് വേണ്ട. ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് അതൊന്ന് കുഴഞ്ഞ് കിട്ടും. നമ്മുടെ ശർക്കരയിൽ കിടന്നൊന്ന് അവിലൊന്ന് വെന്ത് കിട്ടും. അപ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് പാലൊഴിക്കാം. പിന്നെ ഇതിൽ പാലൊഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ കുറച്ചധികം പാല് വേണം. അതായത് നമ്മുടെ പാലിൽ കിടന്ന് ഇത് കുതിരും തോറും ആ വെള്ളം പിടിക്കും. അപ്പോൾ ആ പാല് അത്രയും അബ്സോർവ് ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ച് തോനെ പാലൊഴിക്കണം കേട്ടോ. ഞാൻ 3 തവണയായിട്ടാണ് പാലൊഴിച്ചേക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണോ ഒഴിക്കാം. ഞാൻ ആദ്യം കുറച്ച് പാലൊഴിച്ച് അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക്, അതായത് ഒന്ന് കുറുകി വരുന്ന പരുവമാകുമ്പോഴത്തേക്കാണ് കുറച്ചുകൂടെ പാലൊഴിക്കുന്നത്. നമുക്ക് നോക്കാം. ഞാൻ കുറച്ച് ചവ്വരി, ഇത് ഓപ്ഷണലാണ് കേട്ടോ. ചവ്വരി നമ്മുടെ ഇവിടുത്തെ ചവ്വരി എന്ന് വെച്ചാൽ നാട്ടിലും ഇങ്ങനത്തെ ചവ്വരി കിട്ടാറുണ്ടെന്ന് തോന്നുന്നു. നാട്ടിലെ ടൈപ്പ് വലിയ ചവ്വരിയല്ല, ചെറിയ ചവ്വരിയാണ്. ഈ ചവ്വരി നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ട, അതായത് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകി ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ പിള്ളേർക്ക് ചവ്വരി വലിയ ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ വെന്ത് കഴിയുമ്പോൾ അത് കണ്ണുപോലെ കിടക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ചവ്വരി ചേർത്തത്. ചവ്വരിയും കൂടെ ചേർത്ത് ചവ്വരി ചേർക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ചവ്വരി ചേർക്കുമ്പോഴും അതൊന്ന് തിക്കാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പാലൂടെ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നല്ല തിള വരുമ്പോഴത്തേക്കും ഇത് റെഡിയായി. അത്രയ്ക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റിയ പായസമാണ് കേട്ടോ. അതുപോലെ ടേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ പിങ്ക് പാലടേക്കാളും ടേസ്റ്റുമാണ് ഇതിന്. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. നമ്മുടെ പിങ്ക് പാലടയൊക്കെ നമുക്ക് കുറച്ച് ടൈം എടുക്കുമല്ലോ, പക്ഷേ ഇതിന് വലിയ ടൈമൊന്നുമില്ല. നമ്മുടെ ആ അവിൽ വെന്ത് കിട്ടുന്ന ടൈം മതി. ഇനി നമുക്ക് അതിൻ്റെയൊക്കെ വറുത്തിടാനായിട്ട് കിസ്മിസും കാഷ്യൂനട്ട് എൻ്റെ കയ്യിലില്ല. കാഷ്യൂനട്ടുള്ള ഒരു കാഷ്യൂനട്ട് കൂടി എടുക്കുക. ഞാൻ അതിന് പകരം ബദാമാണ് കേട്ടോ എടുത്തേക്കുന്നത്. ബദാമും കിസ്മിസും കൂടെ ഞാൻ വറുത്തിട്ട് അതിൻ്റെ മേലിടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത്രയേ ഉള്ളൂ കേട്ടോ. പായസം റെഡിയായി. 5 മിനിറ്റ് കൊണ്ട് പായസം റെഡിയായി. ഞാൻ പറഞ്ഞില്ലേ, തേങ്ങാപ്പാൽ, നാട്ടിൽ തേങ്ങയുടെ വില അറിയാമല്ലോ. തേങ്ങാപ്പാലൊന്നും വേണ്ട, വെറും പശുവും പാൽ കൊണ്ട് ഒഴിച്ച് നമ്മുടെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. കണ്ടിപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എന്നിട്ട് അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം. ഉണ്ടാക്കിയിട്ട് ഈ ഓണം നമുക്ക് അവൽ പായസത്തിലൂടെ അടിച്ചു പൊളിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബായ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.